ഈ വീഡിയോയിൽ നമ്മളിതിന് മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ 26-ാം തീയതി രാത്രി പാകിസ്ഥാൻ്റെ മേളിൽ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ശരിക്കും എയർ സ്ട്രൈക്ക് മാതൃകയാണ് ഏറ്റവും കൂടുതൽ അവർ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് എങ്കിൽ ഗ്രൗണ്ട് ഫോഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ ട്രൂപ്പ്. ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നല്ല രീതിയിലുള്ള പടക്കോപ്പുകളുണ്ട്. ആർട്ടിലറി ഗൺ ആയിക്കോട്ടെ, അതുപോലെ ആമോഡ് വെഹിക്കിൾസ് ആയിക്കോട്ടെ, അതുപോലെ തോക്കുകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ നല്ല സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഐറ്റം തന്നെ അവരുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതെല്ലാം തന്നെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും മടങ്ങി പോകുന്ന സമയത്ത് ഉപേക്ഷിച്ചിട്ട് പോയ സാധനങ്ങളാണ്. അപ്പം അന്ന് ഉപേക്ഷിച്ചിട്ട് പോയ സമയത്ത് C-17 കാർഗോ എയർക്രാഫ്റ്റുമായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ ബഗ്രാം ബേസിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് അമേരിക്കയിലേക്ക് പോയ സമയത്ത് നമ്മൾ വിചാരിച്ചു ഇവിടെയുള്ള ആയുധങ്ങളെല്ലാം ഇവർ ഡിസ്മാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ ഇതെല്ലാം പഴഞ്ചൻ സാധനങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പോലത്തെ റഗഡ് നേച്ചറുള്ള ഒരു ലാൻഡിന് വേണ്ടിയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള വാഹനങ്ങളും അതുപോലത്തെ ആർട്ടിലറി ഗണ്ണൊക്കെ തന്നെയാണ് അമേരിക്ക അവിടെ കൊണ്ട് ഇറക്കി വെച്ചിരുന്നത്. അല്ലാതെ വളരെ സോഫ്റ്റ് ലാൻഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല എൻഡ്യൂറൻസ് ഉണ്ട്. ആ വാഹനങ്ങളൊക്കെ ഇപ്പോഴും അഫ്ഗാനിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ യാതൊരു മാറ്റവും. അപ്പോൾ അത്തരത്തിൽ നിരനിരയായിട്ട് അഫ്ഗാനിസ്ഥാൻ സോൾജേഴ്സ് ഇപ്പം പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഡുറാൻഡ് ലൈൻ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് TTP തെഹ്രീക്ക് താലിബാൻ എന്ന് പറഞ്ഞ സംഘടനയിൽപ്പെട്ട ആൾക്കാർ പലതരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് TTP തെഹ്രീക്ക് താലിബാൻ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഒരു ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് പൊട്ടിത്തെറിക്കുകയുണ്ടായി. ആ പൊട്ടിത്തെറിയിൽ ഏതാണ്ട് 12ഓളം പാക് സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ TTP തെഹ്രീക്ക് താലിബാനികൾ ഒരു ഷിയ മോസ്കിൻ്റെ ഉള്ളിൽ ഒരു ചാവേർ ആക്രമണം നടത്തി. അവിടെയും പൊട്ടിത്തെറിച്ച് നിരവധി പേര് അവിടെയും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ ഈ മേഖലയിൽ ആ മേഖലയിൽ ഒരു പൊട്ടിത്തെറിയിൽ ഒരു പാകിസ്ഥാനി കൊളോണൽ ജനറൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള വ്യക്തിയാണ്. പാകിസ്ഥാൻ്റെ ആർമിയിൽ ഈ പാക് പഞ്ചാബികളുടെ സ്വാധീനം വളരെ വലുതാണ്. കൊളോണൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഓഫീസറിൻ്റെ ജീവന് വല്ലാത്ത വിലയുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ ജനറലിൻ്റെ ജീവനെടുത്ത തെഹ്രീക്ക് താലിബാനികൾക്കെതിരെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തണമെന്ന് വിചാരിച്ചിട്ടാണ് പാകിസ്ഥാൻ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയത് കഴിഞ്ഞ ആഴ്ച. അതായത് അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു മോസ്ക്, അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ മീൻസ് പാകിസ്ഥാൻ ബോർഡർ ഏരിയയാണ്. ആ ബോർഡർ ഏരിയയിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന മോസ്കിലാണ് ഏതാണ്ട് 80ഓളം തെഹ്രീക്ക് താലിബാനികൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തിയിട്ട് അവിടെ പോയി ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് അവിടെ പോയി ആക്രമണം നടത്തി. അവിടെ ഏതാണ്ട് 80ഓളം TTP ഭീകരവാദികളെ ഞങ്ങൾ വധിച്ചു എന്ന് പാകിസ്ഥാൻ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിലുള്ള ക്ലെയിം മറിച്ചാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത്, നിങ്ങൾ TTP നിങ്ങളുടെ മേൽ ആക്രമണം നടത്തുന്നെങ്കിൽ അത് പാകിസ്ഥാൻ്റെ ഇന്റർണൽ പ്രശ്നമാണ്, പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണ്. അതിന് നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലേക്ക് വന്ന് ആക്രമണം നടത്തേണ്ട ആവശ്യം എന്താണ്? ഈ TTPയും ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ക്ലെയിം. പക്ഷേ പാകിസ്ഥാൻ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. പാകിസ്ഥാൻ പറഞ്ഞ 80 TTP ഭീകരവാദികൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിൽ ആക്രമണം നടത്തിയതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു, 30ലധികം പേർ കൊല്ലപ്പെട്ടു. ഇതെല്ലാം തന്നെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന അഫ്ഗാൻ സമൂഹമാണ്, അല്ലാതെ ഇത് TTP അല്ല എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ്റെ വാദം. അതിനെ തുടർന്ന് ഞങ്ങൾ പ്രിപ്പറേഷനിലാണ്, ഞങ്ങൾ പാകിസ്ഥാനെ തിരിച്ചടിക്കും എന്നുള്ള ഒരു ആഹ്വാനം അന്ന് തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പം ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പം നിലവിൽ എന്താണ് സാഹചര്യം? ഇപ്പം നിലവിൽ ശരിക്കും അഫ്ഗാനിസ്ഥാൻ ഈ ഡുറാൻഡ് ലൈൻ എന്ന് പറയുന്നത് ശരിക്കും അന്ന് പാകിസ്ഥാൻ ഇല്ലല്ലോ, അന്ന് ഇന്ത്യയാണ്. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ശരിക്കും അഫ്ഗാനിസ്ഥാനുമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈൻ നമുക്കൊരു മാർജിനായിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു രീതിയിലുള്ള തിട്ടപ്പെടുത്തലോ അളവോ മെഷർമെന്റ്സോ ഒന്നും എടുക്കാതെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ഇതാണ് ഡുറാൻഡ് ലൈൻ. ബ്രിട്ടീഷും അഫ്ഗാനിസ്ഥാനും തമ്മിൽ 100 വർഷത്തേക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കരാർ ഒപ്പുവെക്കുന്നത്. ഈ ഡുറാൻഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട കരാർ ഇതൊരു വ്യാപാര അടിസ്ഥാനത്തിൽ ഒരു കമേഴ്ഷ്യൽ ട്രേഡ് നടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ലൈനാണ്. അപ്പം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്, പാകിസ്ഥാൻ സെപ്പറേറ്റ് രാജ്യമായിട്ട് രൂപീകരിച്ച സമയത്ത് അപ്പോഴും ഈ ഡുറാൻഡ് ലൈനിൻ്റെ എഗ്രിമെന്റ് നിലനിൽക്കുകയാണ്. ഈ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അയൽവാസികളായ ഞങ്ങളോട് നിങ്ങൾ ചർച്ച നടത്തണമായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം മാത്രമേ നിങ്ങൾ കൈവശം വെക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തത്?
ഈ ഡുറാൻഡ് ലൈനിനെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ബോർഡറായിട്ട് കൺസിഡർ ചെയ്ത് എൻറ്റയർ അഫ്ഗാനിസ്ഥാന്റെ ലാൻഡ് നിങ്ങൾ സ്വന്തമാക്കുകയാണ് ചെയ്തത്. ഇത് ഏറ്റവും വലിയ തെറ്റാണ്. ഇത് ചരിത്രപരമായിട്ട് തന്നെ ഇത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡുറാൻഡ് ലൈനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ നിലപാട്. അതിൽ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറഞ്ഞ ഒരു മേഖലയുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പഷ്തൂൺ എന്ന് പറഞ്ഞ ഭാഷ സംസാരിക്കുന്ന ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ താമസിക്കുന്ന കുറേ ആൾക്കാർ അഫ്ഗാനികളാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് പാകിസ്ഥാന് പ്രശ്നമുണ്ടാകുമ്പോൾ ഇവർ പുറത്താക്കുന്നത്. അപ്പം അത്തരത്തിൽ അവരുടെ ലാൻഡും കൂടി സംരക്ഷിക്കപ്പെടണം. അത് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ തന്നെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ വാദം. അപ്പം അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഡുറാൻഡ് ലൈനിനെ കുറിച്ച് സംസാരിക്കുകയും ആ ലൈൻ മറികടന്നുകൊണ്ട് വന്നിട്ട് അവിടുത്തെ ചെക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. നിലവിൽ സൗദി അറേബ്യ, ഖത്തർ പോലത്തെ രാജ്യങ്ങളൊക്കെ നമ്മളൊക്കെ സഹോ റിലേഷൻഷിപ്പാണ്, നമ്മൾ ഒരിക്കലും ഇങ്ങനെ വഴക്ക് കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സമാധാനം സംസാരിച്ച് ഇത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം, ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ തുരുതരാ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ ബോർഡർ കടന്ന് കയറി പോകുന്നതും അവിടെ പോയിട്ട് പൊട്ടിത്തെറിക്കുന്നതും അവിടെ ബോംബാക്രമണങ്ങൾ നടത്തുന്നതും ഇതെല്ലാം തന്നെ അവർ വീഡിയോ എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ഫുട്ടേജസ് കുറവാണ്. എന്നാലും പാകിസ്ഥാൻ ഒഫീഷ്യലി പല സ്റ്റേറ്റ്മെന്റുകളും പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മാത്രം അഫ്ഗാനിസ്ഥാന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ 15 പാക് മിലിറ്ററി പോസ്റ്റ് ഇവർ തകർത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ട്രൂപ്പ്. പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥർ മാത്രം 5000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതും ഇത്തരത്തിലുള്ള ഈ TTP, BLA, അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം, ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഫ്രണ്ട് ആക്രമണത്തിൽ 5000 പാക് സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ മാപ്പിൽ നിങ്ങൾ യെല്ലോ കളറിൽ കാണുന്നില്ലേ, അതാണ് ഡുറാൻഡ് ലൈൻ. ഈ ഡുറാൻഡ് ലൈൻ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഈ വക്കാൻ കോറിഡോർ എന്ന് വിളിക്കുന്ന ആ കോറിഡോറിന് പോകുന്നതിന് മുമ്പായിട്ട് തൊട്ട് താഴെ കുറച്ച് സ്ഥലങ്ങൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നതും അഫ്ഗാനിസ്ഥാന്റെ ട്രൂപ്പ് അവിടെയാണ് ഇരച്ചു കയറിയിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ചെയ്തു. പാകിസ്ഥാൻ എയർ സ്ട്രൈക്കാണ് നടത്തിയത്. അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയി അവിടെ എയർ സ്ട്രൈക്കാണ് നടത്തിയത്. കാബൂൾ, കന്ദഗാർ, സ്പിൻ ബുൾഡോഗ്, ബർമാൽ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പം സംഘർഷം നിലനിൽക്കുന്നത്. സംഘർഷം എന്ന് പറഞ്ഞാൽ ചെറിയ സംഘർഷമൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെയാണ് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ടു ബാക്ക് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നതും പല ചെക്ക് പോസ്റ്റുകളും ഇവിടെയാണ് സീസ് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിന് ഡോമിനേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് ചെയ്ത് മടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം പാകിസ്ഥാൻ വയ്ക്കുന്ന ക്ലെയിം എന്ന് പറഞ്ഞാൽ അവർ റിപ്പോർട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒറ്റ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒറ്റ വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ കാബൂളിൽ ആക്രമണം നടത്തി 60 അഫ്ഗാനിസ്ഥാൻ സോൾജേഴ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനയാണ് പാകിസ്ഥാൻ പറയുന്നത്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. യെസ്, പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്, അതിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ വാദം. അതോടൊപ്പം അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു പാകിസ്ഥാന്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് അടിച്ച് തകർത്തിട്ടുണ്ട് ഇന്നലെ. അത് കഴിഞ്ഞാൽ 19 പാകിസ്ഥാൻ മിലിറ്ററി ചെക്ക് പോസ്റ്റ്, ആ ഡുറൻഡ് ലൈനിൽ ബോർഡറിൽ ഉണ്ടായിരുന്ന 19 ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, മീൻസ് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. 33 പാക് സോൾജേഴ്സിനെ വധിച്ചിട്ടുണ്ട്. ഇതാണ് അഫ്ഗാനിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പം നമ്മൾ ഇത് സത്യമാണോ, ഒറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സത്യമാണെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. അഫ്ഗാനിസ്ഥാൻ അതിന്റെ വീഡിയോ തെളിവ് സഹിതം പുറത്തിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ സോൾജറിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പാകിസ്ഥാന്റെ ആർമി പേഴ്സണലാണ്, ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള റിക്വസ്റ്റാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പാകിസ്ഥാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് സ്മഗ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെ ഡോളേഴ്സ്, അമേരിക്കൻ ഡോളേഴ്സ്, ഇതൊക്കെ അതിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി ഇവർ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഒരു സൈഡിൽ BLA, ബലൂച്ച് ലിബറേഷൻ ആർമി, മറ്റൊരു സൈഡിൽ ഉള്ളിൽ തന്നെയുള്ള TTP, പിന്നെ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ വേറൊരു ടീമുകളുണ്ട്. അവർ ഈ ഖൈബർ പഖ്തൂൺഖ്വ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളുകൊണ്ടേ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇമ്രാൻഖാനെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പ് പട്ടാൻസ് ഉണ്ട്, തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അവരാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് ആക്ച്വലി വിജയിച്ചത്, ഞങ്ങളുടെ ഇലക്ഷനെ അംഗീകരിക്കാത്തത് നിലവിലത്തെ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് ആ നിലവിലത്തെ സർക്കാരിനോടും ആർമിയോടുമുള്ള വെറുപ്പും വിദ്വേഷമെല്ലാം അവർക്കുണ്ട്. അപ്പം ഈ സ്ഥിതിഗതികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് രാവിലെ 5 മണിക്ക്, ഇന്ന് രാവിലെ 5 മണിക്ക് പുലർച്ചെ കറാച്ചിയിൽ വലിയ രീതിയിലൊരു ഹ്യൂജ് ബ്ലാസ്റ്റ്. ഇത് ആര് സംഘടിപ്പിച്ചു എന്ന് ഇതുവരെ പാകിസ്ഥാൻ പുറത്തു പറഞ്ഞിട്ടില്ല. TTP ആണോ, അഫ്ഗാനിസ്ഥാനാണോ, ബലൂച്ചാണോ,
ഒരു പിടുത്തമില്ല. ഇതാണ് അവസ്ഥ. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ അവർ അഫ്ഗാനിസ്ഥാനെതിരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്നതായിട്ടുള്ള പ്രസ്താവനകളൊക്കെ അവർ പുറത്തിറക്കുന്നുണ്ട്. പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത് 72 അഫ്ഗാൻ സോൾജേഴ്സിനെ ഞങ്ങൾ വധിച്ചിട്ടുണ്ട്. അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ 16 ചെക്ക് പോസ്റ്റുകൾ ഞങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. 7 പോസ്റ്റുകൾ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. 7 പോസ്റ്റ് ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കാരണം ആ പോസ്റ്റുകളൊക്കെ എംറ്റി ആയിരുന്നു അത്രേ. അപ്പോൾ അതുകൊണ്ട് ഇവർ ക്യാപ്ചർ ചെയ്തു. പാകിസ്ഥാന്റെ ആക്രമണം സഹിക്കാൻ പറ്റാതെ ആ പോസ്റ്റിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ സെക്യൂരിറ്റി ഫോഴ്സ് വിട്ടൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റുകൾ ഇവർ ക്യാപ്ചർ ചെയ്തു എന്ന്, അതുപോലെ 16ഓളം പോസ്റ്റുകൾ ഞങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ ഡുറാൻഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചെക്ക് പോസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ 16 ചെക്ക് പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റിനും മറ്റൊരു ചെക്ക് പോസ്റ്റിനും കിലോമീറ്റർ പ്ലസ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 13-16 ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പം ഈ 20 കിലോമീറ്റർ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആ അത്രയും വിസ്താരത്തിൽ ബോർഡർ ഓപ്പൺ ആവുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് പാകിസ്ഥാൻ ആയാലും ശരി തന്നെ, അഫ്ഗാനിസ്ഥാൻ ആയാലും ശരി തന്നെ, രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു ബോർഡർ ഓപ്പൺ ആവുകയാണ്. അത്രയും സ്പേസ് കിട്ടുകയാണ് എന്തിന്? ഇൻഫിൽട്രേഷൻ. അപ്പോൾ അതിലൂടെയൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ ആർമഡ് വെഹിക്കിൾസും അതുപോലെ ആർട്ടിലറി ഗണ്ണൊക്കെ ഇങ്ങനെ കയറി വരും. പിന്നെ അതിലൂടെ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരും വരും. ഇതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് ഈ പ്രസ്താവനയിൽ പാകിസ്ഥാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള വെപ്പൺ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ഗോഡൗൺ, അതാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അവരുടെ ആർട്ടിലറി ഗൺസ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ആർമഡ് വെഹിക്കിൾസ് ഞങ്ങൾ കുറേ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ അവർക്ക് ഇത്തവണ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഉറപ്പാണ് പാകിസ്ഥാൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഓൾറെഡി തന്നെ അഫ്ഗാനിസ്ഥാൻ അകത്ത് കയറി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് പാകിസ്ഥാൻ വീഡിയോ ഒന്നും പുറത്തിറക്കുന്നില്ല. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റുകൾ നടത്തി കഴിഞ്ഞാൽ വീഡിയോ കൃത്യമായിട്ട് എടുത്ത് പുറത്തുവിടാൻ ഒരു മടിയും കാണിക്കാത്ത ആർമിയാണ് പാകിസ്ഥാൻ ആർമി. കാരണം അവർക്ക് പ്രചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേക്കായിട്ട് തന്നെ പല പ്രൊപ്പഗൻഡയും അവർ പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ അഫ്ഗാനിസ്ഥാൻ വീഡിയോ എടുത്തതുപോലെ ഉള്ള ഫൂട്ടേജ് പാകിസ്ഥാൻ്റെ സൈഡിലില്ല. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അത്ര ഉറപ്പാണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അതേസമയം അഫ്ഗാനിസ്ഥാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അവരുടെ പക്കൽ തെളിവുണ്ട്. ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഈ വീഡിയോകൾ ഇങ്ങനെ കിടന്ന് വൈറലാവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഖത്തർ, സൗദി അറേബ്യ ഇപ്പം ഇന്ത്യ ഒഴികെ ബാക്കി ഏത് രാജ്യം പാകിസ്ഥാനിന് മേളിൽ ആക്രമണം നടത്തിയാലും ഞങ്ങൾ പാകിസ്ഥാന് വേണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞ സൗദി അറേബ്യ മിണ്ടുന്നില്ല. നമ്പർ 1. ഖത്തറാണെന്നുണ്ടെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഏത് നേരത്ത് വേണമെങ്കിലും ആക്രമണം നടത്തിയേക്കാം എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ മീഡിയേഷന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഖത്തർ. അതായത് ഖത്തർ ജസ്റ്റ് ഒന്ന് മാറിയ ആക്രമണം നടക്കുമെന്നുള്ള അവസ്ഥയിലാണ് ഇറാനും അമേരിക്കയും നിൽക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഖത്തറിന്. എന്നാലും ഖത്തർ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റമദാൻ മാസവുമായിട്ട് ഈ നോമ്പ് കാലത്ത് നിങ്ങൾ ഇങ്ങനെ ആക്രമണം നടത്തരുത്, രണ്ടുപേരും സംയമനം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാൻ ട്രൂപ്പ് ഓൾറെഡി പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞു. ഗ്രൗണ്ട് ഫോഴ്സ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ വിഷയങ്ങളെയും മാറ്റിവെച്ചിട്ട് സകല ഉഡായ്പകളുമായിട്ട് പാകിസ്ഥാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഞങ്ങൾ വളർത്തിവിട്ട പിള്ളേരാണ്, അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തിരിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്, അത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ നീക്കങ്ങളാണ് അഫ്ഗാനിസ്ഥാനെ കൊണ്ട് ഇത്തരത്തിൽ ബോർഡർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ഉണ്ടാക്കി പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ള പ്രസ്താവനയാണ് അവർ പുറപ്പെടുവിക്കുന്നത്. ഇതുപോലത്തെ പല സ്റ്റേറ്റ്മെൻറ്റുകളെയും നമ്മൾ ഇതിനു മുമ്പ് തന്നെ ശക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അതിനെതിരെ നമ്മളും പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇതിനെതിരെ ശക്തമായ രീതിയിൽ പാകിസ്ഥാനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവരുടെ ഇൻ്റർണൽ പ്രശ്നങ്ങൾ അതാണ് അവർ പരിഹരിക്കേണ്ടത്. അല്ലാതെ അവിടെ ഏതെങ്കിലും തരത്തിലൊരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യയെ വിരൽ ചൂണ്ടുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ TTP ആക്രമണം നടത്തി കഴിഞ്ഞാലും ഇന്ത്യ, ഇനി അവിടെ BLA ആക്രമണം നടത്തിയാലും ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആക്രമണം നടന്നാലും ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യൂ. ഇന്ത്യക്ക് വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും ഇന്ത്യ പോയി തലയിടാറില്ല. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ വളരെ കൃത്യമായിട്ട് തന്നെ മെസ്സേജ് പാകിസ്ഥാന് കൺവേ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്റ്റ് 2 ദിവസങ്ങൾക്ക് മുമ്പ് UN വെച്ചിട്ട് ഹ്യൂമാനിറ്റേറിയൻ കൗൺസിലിൽ കാശ്മീരിൻ്റെ അവസ്ഥയെക്കുറിച്ച് പാകിസ്ഥാൻ ഭയങ്കരമായിട്ട് വേവലാതിപ്പെട്ട സമയത്ത് നമ്മളുടെ ഇന്ത്യയുടെ UN റെപ്രസെൻറ്റേറ്റീവ് കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അനുപമ സിംഗ് ആണ് മറുപടി കൊടുത്തത്. ലുക്ക് അറ്റ് ഇന്ത്യൻ കശ്മീർ, ഇന്ത്യൻ സൈഡിലുള്ള കശ്മീർ ഡെവലപ്മെൻറ്റ് പുരോഗതിയുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. അവിടെ റെയിൽവേ ലൈൻ, അതുപോലെ തന്നെ കശ്മീർ വാലിയെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള പാലങ്ങൾ, ഇതെല്ലാം തന്നെ ബില്യൺ കണക്കിൽ പൈസ മുടക്കി ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള പുരോഗതിയാണ് അവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ആ ജനങ്ങൾക്ക് ഇന്ത്യൻ കശ്മീരിനെ പോലത്തെ ഒരു
ജീവിത നിലവാരം അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർത്തിയത്. അപ്പോൾ അതായത് ഞങ്ങൾ പുരോഗതിയുടെ പാതയിലോട്ടാണ് സഞ്ചരിക്കുന്നത്, അത് ഇൻക്ലൂഡിങ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കശ്മീർ ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അവരെ വേർതിരിച്ച് വെച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ എന്നും പാകിസ്ഥാനാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും അവർ ഇന്ത്യയെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത് അവരുടെ ജലസിൽ നിന്നും ഉണ്ടാകുന്ന വിഷയമാണ്. അല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിലും സങ്കീർണമാണ്. അത് ലാൻഡ് ഓറിയൻറ്റഡ് ആണ്, അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അവിടുത്തെ ലിംഗ്വിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ബ്രിട്ടീഷുകാർ വരച്ചു കൊടുത്ത ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ എല്ലാ കാലത്തും ഇന്ത്യയുടെ പേരെടുത്ത് പറയുന്നത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. അപ്പോൾ എന്തായാലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പ്രശ്നം അതിരൂക്ഷമായ നിലയിൽ മുന്നോട്ട് പോവാണ്. ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വരും വീഡിയോകളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.